ആരാണ് ഈ ആഴ്ച ബിഗ് ബോസ് തമിഴ് സീസൺ 8 നിന്നും എവിക്റ്റ് ആയിരിക്കുന്നത്? മഞ്ചരിയാണോ? റാണവാണോ? ഡബിൾ എവിക്ഷൻ നടന്നോ? എവിക്ഷൻ്റെ അപ്ഡേറ്റ് പറയാനാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, ഈ ആഴ്ചത്തെ എവിക്ഷനിൽ ടോട്ടൽ 8 പേരുണ്ടായിരുന്നു. മുത്തുവും സൗന്ദര്യം ഒഴിച്ച് എല്ലാവരും എവിക്ഷനിലുണ്ടായിരുന്നു. ഞാനിപ്പോൾ അറിഞ്ഞത് റാണവ് എവിക്റ്റഡ് ആയി എന്നാണ്. അതെ, റാണവ് എവിക്റ്റഡ് ആയി എന്നാണ് അറിഞ്ഞത്. ഒരാളുടെ കാര്യം മാത്രമേ ഇപ്പം ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. ഞാനിപ്പോൾ നമ്മുടെ സിജോ ബ്രോ, ബിഗ് ബോസ് സീസൺ 6 സിജോയുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ടത് ആ കോസ്റ്റ്യൂമിൽ കണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അറിഞ്ഞത് റാണവ് എവിക്റ്റഡ് ആയെന്നാണ്. പക്ഷേ ഒരു എവിക്ഷനും കൂടി നടക്കുമെന്ന് അറിഞ്ഞു. അത് മഞ്ചരിയാണെന്നാണ് അറിയാൻ പറ്റിയത്. പക്ഷേ അത് ഞാൻ കൺഫേംഡ് പറയുന്നില്ല. മഞ്ചരി ഔട്ടായി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടാം. റാണവിൻ്റെ കേസ് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം റാണവ് ഇപ്പോൾ പോവേണ്ട ഒരാളായിരുന്നില്ല. ഒരു ടോപ്പ് 7 ഒക്കെ ഡിസർവിങ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ടോപ്പ് 10 നിന്ന് തന്നെ ടോപ്പ് 10 ഡിസർവിങ് ഒട്ടുമേ അല്ല, ഒരു ടോപ്പ് 7 ഒക്കെ ഡിസർവിങ് ആയിട്ടുള്ള ഒരാളാണ് റാണവ്. അപ്പോൾ റാണവ് പോയിൽ എനിക്ക് ഭയങ്കര അൺഫെയർ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കൂടെ മഞ്ചരി ഉണ്ടെന്നൊക്കെ പറയുന്നു, പക്ഷേ അത് കൺഫേംഡ് ആയിട്ട് ഞാൻ വീഡിയോ ഇടാം. അപ്പം റാണവ് എവിക്റ്റഡ് ആണ്, അത് കൺഫേംഡ് ആണ്. ഓക്കെ, റാണവ് എവിക്റ്റഡ് ആണ്. അതിന് എന്നത്തെ എപ്പിസോഡാണെന്ന് അറിയത്തില്ല. സാറ്റർഡേ ആണോ സൺഡേ ആണോ എന്ന് അറിയത്തില്ല. ഒരു പക്ഷേ ഇന്ന് ഉണ്ടാവാം, ഒരു പക്ഷേ നാളെ ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും റാണവ് എവിക്റ്റഡ് ആണ്.